അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 112. ജ്വാല അഗ്നിയുടെ മുന്നിലുള്ള ടീപ്പോയിലേക്ക് ഉണ്ണിയപ്പടങ്ങിയ പാത്രം വെച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. എന്താ? അവന്റെ നോട്ടം കണ്ട് അവള് ചോദിച്ചു. ഒളിച്ചുകളി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഇവിടെ ഇരിക്കെ. അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവന്റെ അടുത്തേക്ക് ഇരുത്തി. ജ്വാല അവനെ ഒന്ന് നോക്കി. മുഖമാകെ വീർത്തിട്ടുണ്ട് അവന്റെ. എന്താ? അത് കണ്ട് അവള് ചോദിച്ചു. എന്താന്നോ? നീ എനിക്ക് വാക്ക് തന്നതല്ലേ എന്റെ കൂടെ തന്നെ കാണൂന്ന്, എന്നിട്ട് വാക്ക് തെറ്റിച്ചില്ലേ? അവൻ ചോദിച്ചു. ജ്വാല വീർപ്പിച്ചു വെച്ച കവിളിലേക്കും കുറുമ്പ് നിറഞ്ഞ അവന്റെ മുഖത്തേക്കും ചിരിയോടെ നോക്കി. അത് ഞാൻ ഞാൻ വെറുതെ. അവളെന്തോ പറയാൻ ശ്രമിച്ചു. മതി മതി, കൂടുതൽ ഉരുളണ്ട. കാരണമൊക്കെ എനിക്കറിയാം. പക്ഷെ ആ കാരണം കൊണ്ട് എന്റെ അരികിൽ വരാതിരുന്നുണ്ടല്ലോ, നാളെ തൊട്ട് ഞാൻ ഓഫീസിൽ പോവും. ഇല്ല, ഇനി ചെയ്യില്ല. അഗ്നി പറഞ്ഞതും അവള് പറഞ്ഞു. അഗ്നി കനപ്പിച്ചൊന്ന് മൂളി. അവള് ചിരിയോടെ ഒരു ഉണ്ണിയപ്പം എടുത്ത് അവന്റെ വായ്ക്ക് അടുത്തേക്ക് കാണിച്ചു. അഗ്നി അതിലേക്ക് പുഞ്ചിരിയോടെ നോക്കി. കഴിക്ക്, എന്റെ കണ്ണന് നല്ല ഇഷ്ടമുള്ള സാധനാന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയതാ. അപ്പോ അമ്മയുടെ കണ്ണൻ കഴിക്ക്. അവള് കുറുമ്പോടെ പറഞ്ഞു. ഡി വേണ്ടാട്ടോ. അഗ്നി അവളുടെ കവിളിൽ നോവിക്കാതെ ഒന്ന് നുള്ളിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങിക്കഴിച്ചു. വായിലിട്ട് ചവയ്ക്കുന്നതോടൊപ്പം അവൻ കണ്ണുകളടച്ച് ആ ടേസ്റ്റ് ആസ്വദിക്കുന്നത് കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ പതിയെ കണ്ണുകൾ തുറന്നു. പൊളി, നല്ല ടേസ്റ്റ്. അവൻ കൈകൊണ്ട് കാണിച്ചു. ജ്വാല ചിരിച്ചു. അഗ്നി അവൾക്ക് നേരെയും ഉണ്ണിയപ്പം എടുത്തു നീട്ടി. അല്പനേരം കഴിഞ്ഞതും ചിത്തിര കൂടി അവർക്കിടയിലേക്ക് വന്നതും മൂന്നാളും കൂടി നേരെ സിറ്റ് ഔട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ഇരുന്നായി സംസാരവും കഴിപ്പും. നേരം മുന്നോട്ട് പോകവേ ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ അകത്തേക്ക് കയറുന്നത് അഗ്നിയും ജ്വാലയും ചിത്തുവും കണ്ടു. ആരാണാവോ? ചിത്ര സംശയത്തോടെ എഴുന്നേറ്റ് നിന്നു. ജ്വാലയുടെ അഗ്നിയുടെ ഭാവം അതുതന്നെയാണ്. ഓട്ടോ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അതിൽ നിന്നും ആരാണ് ഇറങ്ങുന്നതെന്നറിയാൻ എല്ലാവരും അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. അരുന്ധതി പെട്ടെന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ജ്വാലയുടെ മുഖം മാറി. അഗ്നിയുടെ മുഖവും കനത്തുപോയി. അവർക്ക് പിറകെ തന്നെ അംബിക ഇറങ്ങി. ജ്വാലയ്ക്ക് അവരോടെല്ലാം ദേഷ്യമാണ് തോന്നിയത്. അഗ്നി പറഞ്ഞ് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായ ശേഷം അവൾക്ക് അവരോട് വെറുപ്പാണ്. അംബിക അരുന്ധതിയും ജ്വാലയും ചിത്തുവിനെയും അഗ്നിയെ നോക്കി പുഞ്ചിരിച്ചു. ജ്വാല അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അടുത്തതായി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സൗബിയെ കണ്ട് ജ്വാലയുടെ മുഖത്ത് ചെറുതായൊരു തെളിച്ചം വീണു. ഇനിയും ആരെങ്കിലും ഉണ്ടോ ഓട്ടോയിലെന്നറിയാൻ അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. അതേ നിമിഷം തന്നെ ഓട്ടോയിൽ നിന്നും അവൾ പുറത്തേക്കിറങ്ങി. അഗ്നിയുടെ ചുണ്ടിൽ ചിരി മിന്നി. അവൻ ചിരിയോടെ ജ്വാലയെ നോക്കിയപ്പോൾ അവളുടെ നോട്ടം മുന്നിൽ നിൽക്കുന്ന ആളെയാണ്. പൊന്നു. ജ്വാല കണ്ണു നിറച്ചുകൊണ്ട് അവളെ വിളിച്ച് പെട്ടെന്ന് മുറ്റത്തേക്കിറങ്ങി. പൊന്നു അവൾക്ക് നേരെ കൈവിടർത്തി പിടിച്ചു. ജ്വാല പെട്ടെന്ന് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പൊന്നു. ജ്വാല അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ വിളിച്ചു. വിവാഹം കഴിഞ്ഞ സമയത്ത് പോയതാണ് തറവാട്ടില്. അന്നാണ് ജ്വാലയും പൊന്നും അവസാനമായിട്ട് നേരിൽ കാണുന്നത്. അതിനുശേഷം വീഡിയോ കോൾ ചെയ്യാറുണ്ടെങ്കിലും നേരിട്ട് ഇങ്ങനെ കാണുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് ഒരുപോലെ നിറഞ്ഞിരുന്നു. അഗ്നിയും ചിത്തിരയും അത് കണ്ട് പുഞ്ചിരിച്ചു. പൊന്നുവിനെ ചിത്തിരയ്ക്ക് അറിയാമെങ്കിലും അവളോട് ഇതുവരെ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജ്വാല പറഞ്ഞത് കേട്ട അവളെ അത്രത്തോളം സ്നേഹിക്കുന്ന പൊന്നുവിനെ ചിത്തിര നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നുണ്ട്. ജ്വാല പതിയെ പൊന്നുവിൽ നിന്ന് അകന്നു മാറി. എന്താ പറയാതെ വന്ന്? ഞാൻ പ്രതീക്ഷിച്ചതേ നീ വരൂന്ന്. ജ്വാല സന്തോഷത്തോടെ പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട്? പൊന്നു കുറുമ്പോടെ ചോദിച്ചു. ശരിക്കും സർപ്രൈസായി. ജ്വാല അവളുടെ കവിളിൽ ഒരു പിച്ചു കൊടുത്തു. അപ്പോഴും അവൾ ഒരിക്കൽ പോലും അരുന്ധതിയെയോ അംബികയോ സൗബിയോ നോക്കിയിരുന്നില്ല. അവൾക്ക് മുന്നിൽ അവളുടെ സഹോദരിയും കൂട്ടുകാരിയുമായ പൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അംബിക അരുന്ധതിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലും ആയിരുന്നില്ല. അവരുടെ നോട്ടം മുഴുവൻ അഗ്നിയുടെ വീടും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും ആയിരുന്നു. എല്ലാം കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് അംബിക അരുന്ധതിയും. അവരാദ്യമായിട്ടാണ് അവന്റെ വീട് കാണുന്നത്. ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള വീട്ടിലേക്കാണ് ജ്വാലയെ കൊടുത്തതെന്ന് ഓർക്കവേ അംബികയ്ക്കും അരുന്ധതിക്കും ജ്വാലയുടെ ദേഷ്യം തോന്നിപ്പോയി. ഒരു വേള സുരഭി അഗ്നിയുടെ ഭാര്യയായി ഇവിടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ആലോചിച്ചു പോയി അരുന്ധതി. വീടിന്റെ മുറ്റം തന്നെ ഒരുപാടുണ്ട്. അതിന് നേരെ മുന്നിലായി ഗാർഡൻ ഏരിയ ആണ്. സൈഡിലായി ഒരു പൂളും ഉണ്ട്. കാർ പോർച്ചിൽ ഒരു കാറ് കിടക്കുന്നുണ്ട്. അത് വീട്ടിൽ സ്ഥിരമുണ്ടാവാറുള്ള കാറാണെന്ന് അംബികയ്ക്കും അരുന്ധതിക്കും മനസ്സിലായി. സൗബി മാത്രം ദേഷ്യത്തോടെ ജ്വാലയുടെയും പൊന്നുവിന്റെയും സംസാരം കേട്ട് നിൽക്കുകയാണ്. അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നത് ഇങ്ങോട്ട്. പിന്നെ എന്റെ അരവേട്ടനെയും കാണാലോന്നോർത്തു. അല്ലെങ്കിൽ വരില്ലായിരുന്നു. അവള് മനസ്സിലോർത്തു. അപ്പൂനെ കുറിച്ച് ഓർക്കവേ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. എന്താ എല്ലാരും അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അകത്തേക്ക് വരൂ. ചിത്തിര പുഞ്ചിരിയോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അവരുടെ ശബ്ദം കേട്ടപ്പോഴാണ് വീടിന് ചുറ്റും പാഞ്ഞു നടന്ന അംബികയുടെ അരുന്ധതിയുടെയും കണ്ണുകൾ ചിത്തിരയിലേക്ക് എത്തിയത്. ചിത്തിര ചിരിച്ചു കൊടുത്തു. വരൂ, അവര് വീണ്ടും പറഞ്ഞു.
അംബികയെ അരുന്ധതി സൗബിയും സിറ്റ് ഔട്ടിലേക്ക് കയറി. പിറകെ തന്നെ പൊന്നും ജ്വാലയും. അമ്മേ, ഇതെന്റെ പൊന്നു. ജ്വാല പൊന്നുവിനെ ചിത്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പൊന്നു അവരെ നോക്കി പുഞ്ചിരിച്ചു. അറിയാ, എപ്പോഴും മോളെക്കുറിച്ച് പറയാനേ ഈ പെണ്ണിന് സമയമുള്ളൂ. ചിത്ര പൊന്നുവിന്റെ കവിളിൽ തലോടി സ്നേഹത്തോടെ പറഞ്ഞു. അത് കേട്ട് പൊന്നു ചിരിയോടെ തലയാട്ടി അഗ്നിയെ നോക്കി. അവളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടവൻ. അവളുടെ മുഖം മങ്ങി. നോട്ട് അവന്റെ നെറ്റിയിലേക്ക് പോയി. അഗ്നിയേട്ടാ, അവൾ ഇടർച്ചയോടെ വിളിച്ചു. എന്താണ്, ഒന്ന് പറയുകൂടി ചെയ്തില്ലല്ലോ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം? അഗ്നി അവളെ ഒരു കൈയാൽ അവന്റെ വശത്തേക്ക് ചേർത്ത് പിടിച്ചു. അഗ്നിയുടെ ആക്സിഡന്റ് പറ്റിയെന്ന് ജ്വാല കുറച്ചു മുന്നേ വീഡിയോ കോൾ ചെയ്തപ്പോഴാ പറഞ്ഞേ. കേട്ടപ്പോ എനിക്ക് വരണമെന്ന് തോന്നി. ഇപ്പോ എങ്ങനെയുണ്ട് അഗ്നിയേട്ടാ? വലിയ പരിക്കാണോ? അവൾ ആകുലതയോടെ അവന്റെ മുഖത്തേക്കും കയ്യിലേക്കും ഒക്കെ നോക്കുന്നുണ്ട്. ഏയ് അല്ലടാ, ഇതൊരു ചെറിയ മുറിവാ, ഇത്രേ പറ്റിയിട്ടുള്ളൂ. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. കേട്ടപ്പോ ഞാനാകെ പേടിച്ചുപോയി. പറയുമ്പോ അവൾക്ക് അപ്പോഴും സങ്കടമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ പെണ്ണും അമ്മയുള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാ മോളെ? അവൻ അവളോട് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയെ നോക്കി. അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവളും. പക്ഷെ സൗബിക്ക് അഗ്നി പൊന്നുവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അവനോട് അവൾ അടുത്ത് പെരുമാറുന്നത് പോലെ അടുക്കാൻ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അന്ന് തറവാട്ടിൽ നിന്ന് നടന്ന സംഭവങ്ങൾ ഓർക്കവേ അവളത് വേണ്ടാന്ന് വെച്ചു. അഗ്നി പൊന്നുവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ട് അംബികയുടെ മനസ്സ് നിറഞ്ഞു. അവരുടെ നോട്ടം ജ്വാലയിലേക്ക് പോയി. അവളാകെ മാറിയതുപോലെ തോന്നി അംബികയ്ക്ക്. ഒന്ന് തടിച്ചിട്ടുണ്ട്, കവിളൊക്കെ വന്നിട്ടുണ്ട്, നിറം ഒന്നുകൂടി കൂടിയതുപോലെ. ആ കണ്ണുകൾക്കും തിളക്കം കൂടിയിട്ടുണ്ട്. അവൾ ഈ വീട്ടിൽ ഒരുപാട് സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കാൻ അംബികയ്ക്ക് ഇത്രയും തന്നെ ധാരാളമായിരുന്നു. അവർ അവളുടെ ഡ്രസ്സൊന്ന് നോക്കി. ഒരു ടീഷർട്ടും മുട്ടുവരെയുള്ള സ്കേർട്ടുമാണ് അവളുടെ വേഷം. കഴുത്തിലെ താലിമാലയും കയ്യിലെ വളയും, ഒരു കയ്യിലുള്ള അഗ്നി കൊടുത്ത അവന്റെ ബ്രേസ്ലെറ്റും, അവന്റെ പേര് കുത്തിയ മോതിരവും കാതിലെ കമ്മലും എല്ലാം അംബിക ഉറ്റുനോക്കി. അത്യാവശ്യ ആഭരണങ്ങൾ മാത്രമേ അണിഞ്ഞിട്ടുള്ളൂ എങ്കിലും അതുപോലെ അവൾക്ക് ഒരു അലങ്കാരം പോലെ തോന്നി അംബികയ്ക്ക്. ഉള്ളിൽ അസൂയ നുരഞ്ഞു പൊങ്ങി. ഒപ്പം താനും അരുന്ധതി ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന അവളെ കണ്ട് അംബികയ്ക്ക് വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവരരുന്ധതിയെ നോക്കിയപ്പോ അവരും ജ്വാലയെ ആകെ ഒഴിഞ്ഞു നോക്കുകയാണെന്ന് മനസ്സിലായി. അംബിക ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മുഖത്തൊരു ചിരി വരുത്തി കൂട്ടി. മോളെപ്പോഴും ജ്വാലമോളെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് വിളിച്ച ശേഷം കരച്ചിലായിരുന്നു. മോനെ ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞിട്ട്. അപ്പൊ ഞാനാ പറഞ്ഞേ നമുക്ക് പോയി കാണാന്ന്. തങ്ങളെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന അഗ്നിയോട് അംബിക തന്നെ ഇടിച്ചു കയറി സംസാരത്തിന് തുടക്കം കുറിച്ചു. അഗ്നി അവരെ ഗൗരവത്തോടെ നോക്കിയതേയുള്ളൂ. പൊന്നു അഗ്നിയിൽ നിന്നും അകന്നു മാറി. അതെന്താ അംബിക നീ അങ്ങനെ പറഞ്ഞേ? പൊന്നു അഗ്നിക്ക് വയ്യ, അവനെ കാണുന്നെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഞാനല്ലേ ആദ്യം പറഞ്ഞേ നമുക്ക് ഇവിടേക്ക് വന്ന് കാണാന്ന്. അരുന്ധതി അംബിക പറഞ്ഞത് ഇഷ്ടമാവാതെ പറഞ്ഞു. ഏയ് അല്ലേട്ടത്തി, ഞാൻ ആദ്യം പറഞ്ഞേ. അംബിക അവരെ തുറച്ചു നോക്കി. ആ അത് പോട്ടെ, ആര് പറഞ്ഞിട്ടാണെങ്കിലും എല്ലാരും വന്നല്ലോ, സന്തോഷം. ചിത്തിര പെട്ടെന്ന് ഇടയിൽ കയറി. അംബിക അരുന്ധതിയും പുഞ്ചിരിച്ചു. ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? ചരണാണോ പറഞ്ഞു തന്നെ? അഗ്നി അംബികയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അംബിക ഒന്ന് ഞെട്ടിയതവൻ വ്യക്തമായി കണ്ടു. അവന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. അത് ഏയ് ഞങ്ങൾ ഇവിടെ എവിടെയോ വീടെന്ന് അറിയായിരുന്നു. അപ്പോ ചോദിച്ചു വന്നതാ. കൗസ്തുവെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. ഉള്ളിലെ പതർച്ച മറച്ചു വെച്ച് അംബിക പറഞ്ഞു. അപ്പൊ നീ എന്നോട് രാവിലെ പറഞ്ഞതോ? കിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് വീടെന്ന്. അവനൊരിക്കൽ ഇതിന്റെ ഉമ്മറ വരെ വന്ന് നോക്കിയിട്ടുണ്ടെന്നൊക്കെ നീ എന്നോട് പറഞ്ഞതോ? അരുന്ധതി അംബിക പറയുന്നത് കേട്ടുകൊണ്ട് ചോദിച്ചു. കിച്ചുവിനോട് അഗ്നിക്ക് ആദ്യമേ ദേഷ്യമായതുകൊണ്ട് ഇതുകൂടി കേൾക്കുമ്പോൾ ഒന്നുകൂടി അവനോട് വെറുപ്പായിക്കൊള്ളുമെന്നാണ് അരുന്ധതി ചിന്തിച്ചത്. പോരാത്തതിന് അഗ്നിയെ ആക്സിഡന്റ് ആക്കിയത് കിച്ചുവിന്റെ പ്ലാനാണെന്നും സുരഭി പറഞ്ഞ അരുന്ധതി അറിഞ്ഞിരുന്നു. അരുന്ധതി പറയുന്നത് കേട്ട് അഗ്നി കണ്ണു കുറിപ്പിച്ച് അംബികയൊന്ന് നോക്കി. അവരുടെ മുഖം വിളറി വെളുത്തുപോയി. അത് മോനെ, അതൊരിക്കൽ ഇതിലൂടെ എന്തോ ഒരാവശ്യത്തിന് വന്നപ്പോ അങ്ങനെ കണ്ടതാ മോന്റെ വീട്, അല്ലാതെ എങ്ങനെ അവൻ അറിയാനാ? അംബിക വിറയലോടെ പറഞ്ഞു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അമ്മായി. അഗ്നി ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. അംബിക മൂളിയതേയുള്ളൂ. അരുന്ധതി ചുണ്ടുകൊട്ടി. അല്ല, സുരഭിയെ കൊണ്ടുവന്നില്ലേ? ഞാൻ കരുതി അവളും ഉണ്ടാവൂന്ന്. അഗ്നി അരുന്ധതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും അവരുടെ മുഖം വിടർന്നു പോയി. മോൾക്ക് വരണമെന്നുണ്ടായിരുന്നു മോനെ, പക്ഷെ മോൻ അവളോട് ദേഷ്യമല്ലേ, അതുകൊണ്ടാ വരാതിരുന്നേ. അഗ്നി സുരഭിയെ അന്വേഷിച്ച സന്തോഷത്തിൽ അരുന്ധതി പറഞ്ഞു. അന്നവള് തെറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാ ഞാൻ അവളെ ശിക്ഷിച്ചേ. അത് കഴിഞ്ഞില്ലേ, വീണ്ടും എന്തിനാ അതൊക്കെ പറയുന്നേ? ഞാനത് അങ്ങോട്ട് മറന്നു. അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞതും അരുന്ധതി സന്തോഷത്തോടെ തലയാട്ടി. ഇനി വരുമ്പോ കൊണ്ടുവരാ ഞാൻ. അപ്പോ ഇനിയും വരുവോ? അഗ്നി പെട്ടെന്ന് തന്നെ ചോദിച്ചു. അരുന്ധതി അവനെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ നോക്കി. ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇടയ്ക്ക് എല്ലാവർക്കും ഇങ്ങോട്ടൊക്കെ വരാലോ, അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അവൻ പറഞ്ഞതും അരുന്ധതി അതേന്ന പോലെ തലയാട്ടി. അല്ല, വല്യച്ഛനും മാമനും ഒക്കെ ഇപ്പോ എന്താ പരിപാടി?
അഗ്നി മുഖത്ത് നിറഞ്ഞ ഗൗരവത്തോടെ തന്നെ അംബികയോടും അരുന്ധതിയോടും ചോദിച്ചു. ഓ, എന്ത് പരിപാടി? പറയത്തക്ക ജോലിയൊന്നും ഇല്ല മോനെ ഇപ്പോ. ആകെ വരുമാനം ആ തടിമില്ലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ആയിരുന്നില്ലേ? മോൻ അവിടേക്ക് വരുന്നത് വിലക്കിയതോടെ ജീവിക്കാനൊക്കെ ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടാ. പിന്നെ കിച്ചുണ്ടല്ലോ ജോലിക്ക് പോവാൻ, ആ ഒരു ആശ്വാസം മാത്രം. അംബിക നെടുവീർപ്പിട്ടു. അപ്പൊ വല്യച്ഛനും മാമനും കൂടി ഒരു തടിമില്ല് തുടങ്ങിയിരുന്നല്ലോ, അതോ? അഗ്നി ചിരിയോടെ ചോദിച്ചു. അംബിക പൊന്നൂനെന്ന് നോക്കി. അവരുടെ നോട്ടം കണ്ട് അവള് ചുണ്ടുകൊട്ടി. അസത്ത്, എല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഇവിടെ അറിയിക്കുന്നുണ്ട്. ദാരിദ്ര്യം പറഞ്ഞ് വീണ്ടും അവിടെ ജോലി കിട്ടിയാലോ എന്ന് കരുതിയായിരുന്നു. അംബിക നിരാശയോട് ഓർത്തു. കണ്ണാ, അതൊക്കെ സംസാരിക്കാൻ സമയല്ലേ? എല്ലാരെയും അകത്തേക്ക് ഇരുത്തിയിട്ട് സംസാരിക്കാ. ചിത്തിര അഗ്നിയോട് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. എല്ലാവരും പെട്ടെന്ന് അകത്തേക്ക് നടന്നു. അതെ ചേച്ചി, ഓട്ടോക്കൂലി തന്നില്ല. പെട്ടെന്നാണ് ഓട്ടോക്കാരൻ ചോദിച്ചത്. അഗ്നി അംബികയെ അരുന്ധതിയെ ഒന്ന് നോക്കി. കിടന്ന് തൊലയണ്ട, തന്റെ പൈസ തരും. മോനെ അഗ്നി, ആ ഓട്ടോയുടെ പൈസ ഒന്ന് കൊടുത്തേക്കണേ. വീട്ടിൽ നിന്ന് പിടിച്ച ഓട്ടോയാ. വീട്ടിലെ വണ്ടിയൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് കൊണ്ടുപോയി. അംബിക അഗ്നിയോടൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു. അമ്മേ, പൊന്നു ദേഷ്യത്തോടെ വിളിച്ചു. എന്താടി മോൻ, നമുക്ക് അന്യനൊന്നല്ലല്ലോ, അവൻ കൊടുത്തോളും പൈസ. അതും പറഞ്ഞ് അംബിക പെട്ടെന്ന് ഹാളിലേക്ക് കയറി. പൊന്നു വല്ലായ്മയോടെ അഗ്നിയെ നോക്കി. അതെ, ഈ മുഖം അങ്ങനെ വീർപ്പിച്ചു വെക്കണ്ട. നീ കൂടി വന്ന ഓട്ടോ അല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്തോളാം പൈസ. ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട. അഗ്നി പൊന്നുവിന്റെ കവിളിലൊന്ന് തട്ടി. പൊന്നു ചിരിച്ചു. അഗ്നി മുറ്റത്തേക്ക് ഇറങ്ങി. സൗബി, വാ അകത്തേക്ക്. ജ്വാല സൗബിയോട് പറഞ്ഞുകൊണ്ട് പൊന്നുവിന്റെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു. പിറകെ തന്നെ സൗബിയും. തുടരും.